Hello guys, welcome back to my channel lensworld. Guys, അപ്പോൾ ഞാൻ പുതിയൊരു സീരീസുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീരീസിലെ നമ്മുടെ ക്യാരക്ടർ ആരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമേഷൻ ക്യാരക്ടറാണ് മിനിയൻസ്. അപ്പോൾ ആ മിനിയൻസിനെ വെച്ചിട്ടാണ് ഈ സീരീസ് ഫുൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഗൈസ്, അപ്പം നേരെ എഡിറ്റിങ്ങിലോട്ട് പോകാം. അപ്പോൾ എഡിറ്റിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഏതാണ് എഡിറ്റ് ചെയ്യാൻ വേണ്ട ഫോട്ടോ നേരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിളോ പിൻട്രസ്റ്റോ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ മിനിയൻസ് PNG ഫയൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏതാണെന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ പിക്സാർട്ട് ഓൺ ആക്കുക. ഗൈസ്, അപ്പം നമ്മുടെ പിക്സാർട്ട് നിങ്ങൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങളുടെ എഡിറ്റ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഏതാ അതാണ് നമ്മൾ ആദ്യമേ പിക്സാർട്ടിലേക്ക് കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവച്ചതിന് ശേഷം കറക്റ്റ് സൈസിന് ക്രോപ്പ് ചെയ്തൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ഏതാണ് എഡിറ്റ് ചെയ്യേണ്ട മിനിയൻസിൻ്റെ PNG ഫയൽ അത് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള മിനിയൻസിൻ്റെ PNG ഫയൽ ഞാനിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. ഇനി നമുക്കിത് കൊണ്ടുപോയി കറക്റ്റ് സൈസിന് എവിടെയാണോ വെക്കേണ്ടത് അതുപോലെ അവിടെ തന്നെ കൊണ്ടുപോയി വയ്ക്കുക. അപ്പോൾ ഇത് വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഒറിജിനാലിറ്റി ഫീൽ നമുക്കിപ്പോൾ തോന്നത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന് നമുക്കൊരു ഷാഡോ കൊടുക്കണം. അപ്പോൾ ഷാഡോ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പിക്സാർട്ട് തന്നെ കുറച്ച് ഷാഡോസ് ഉണ്ട്. ഈ ഒരു പ്രീസെറ്റിനകത്ത് കിടക്കുന്ന ഷാഡോസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ അതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെയല്ല നമ്മളൊന്ന് കൊണ്ടുവച്ച് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്കതൊരു ചാടുന്നതായിട്ടൊരു ഫീലൊക്കെ നമുക്ക് വരും. പക്ഷേ ഇതിൻ്റെ ഒപ്പാസിറ്റിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തേണ്ടി വരും. അപ്പം ഞാൻ ഏകദേശം ഒരു ഇത്രയും വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ചാടുന്നതായിട്ടൊരു ഫീൽ വരുന്നുണ്ട്. ഇനി നമുക്ക് അല്ലെങ്കിൽ അഡീഷണലായിട്ട് വീണ്ടും കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇത്രയും വെച്ചിട്ട് ഇത് ടിക്ക് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പം നമ്മുടെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോയുടെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫോട്ടോയുടെ ലൈറ്റ് റൂമിലെ കളർ ഗ്രേഡിങ് നമ്മളിതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ക്ഷമിക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.